ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഓയിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് ഉറപ്പായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് മാരിനേഷൻ ചെയ്യാനായി വേണ്ട ഐറ്റംസ്: ginger and garlic paste 1 tablespoon, ഒരു ചെറിയ ഓണിയൻ പേസ്റ്റ് ചെയ്തത്, ഗരം മസാല 1 ടീസ്പൂൺ, Ajwain seeds 1/2 teaspoon, lemon juice 1 tablespoon, Kashmiri chili powder 2 tablespoon, ഉപ്പ്, തൈര് 3 tablespoon. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മസ്റ്റായി 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായി. ഇതിന് അഡീഷനായി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, അത് മസാലയിൽ തന്നെ ഉണ്ടാകും. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചിക്കൻ ഡ്രൈ ആക്കി എടുക്കണം. ഈ ഡ്രൈ ആയി ചിക്കൻ എടുത്ത് ഒരു ഫോക്കോ സ്റ്റിക്കോ ഉപയോഗിച്ച് ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെ ആക്കിയെടുക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്മോൾ ബ്ലാക്ക് സ്പോട്ട്സ് വരും. ഇത് കൂടുതൽ ആക്കിയെടുക്കരുത്. കുറച്ച് സ്മോൾ ബ്ലാക്ക് ഡോട്ട്സ് വന്നാൽ മാത്രമേ ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. കരിച്ചെടുക്കരുത്. ഇതുപോലെ എല്ലാ ചിക്കൻസും ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബാർബിക്യൂ ചെയ്ത ചിക്കൻ്റെ സെയിം ടേസ്റ്റ് ഇങ്ങനത്തെ പ്രോസസ്സിലൂടെ കിട്ടും. ഹൈ ഫ്ലെയിം പാടില്ല, കരിഞ്ഞു പോകും കേട്ടോ. അതുപോലെ ആക്കിയെടുത്ത ചിക്കനാണ്. നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഒണിയന് ക്യൂബ്സ് ആയിരുന്നത് ഇതും ചേർത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ 3 കളറായിട്ട് കളർഫുൾ ആവാനായിട്ട് ഞാൻ യെല്ലോ, ഗ്രീൻ, റെഡ് ഈ കളറ് ക്യൂബ്സ് ആയിരുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 tablespoon സോയ സോസ്, നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 tablespoon ടൊമാറ്റോ സോസ്, പിന്നെ 1 tablespoon ചില്ലി സോസ് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ കാപ്സിക്കം പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ചിക്കനിൽ പിടിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 tablespoon വാട്ടറും കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒരു ഗ്രേവി കൺസിസ്റ്റൻസിൽ വരും. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വേറെ വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.